ഹലോ ആകാശ്, എന്താ സ്നേഹ? എനിക്കൊന്ന് കാണണം ഇപ്പോൾ തന്നെ. ഞാൻ കോളേജിന് മുൻപിലുണ്ട്. ഓക്കെ, ഞാനിതാ വരുന്നു. എന്താ സ്നേഹ, എന്താ കാണണമെന്ന് പറഞ്ഞത്? ആരുവിനെ ശക്തിയിൽ നിന്ന് അകറ്റണം. നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ആരുവിനെ കൊന്നിട്ടാണെങ്കിലും ശക്തിയിൽ നിന്ന് അകറ്റണം. നിന്നോട് ഞാനൊരു കാര്യം പറയാം. എൻ്റെ ആരുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ ബാക്കി വെക്കില്ല. എന്നാൽ അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോ. നിനക്കെന്താടി, ഭ്രാന്ത് പിടിച്ചോ? നീ എന്തിനാ അലറുന്നത്? എനിക്ക് ഭ്രാന്ത്, ശക്തിയോടുള്ള ഭ്രാന്ത്. നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ അവൻ എൻ്റെ മാത്രമായേനെ. അവനോട് നിനക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ പൊറുതി തുടങ്ങിയത്? അതെനിക്ക് പറ്റിയ അബദ്ധം. പിന്നെ ഇനിയൊരു കാര്യം, നമ്മുടെ വിവാഹം മുൻപ് കഴിഞ്ഞത് ശക്തി അറിയരുത്. ഞാനായിട്ട് പറയില്ല. പെട്ടെന്ന് ആകാശിന് ഫോൺ കോൾ വന്നതും അവൻ പോയി. ഈ സമയം സ്നേഹ ആരുവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൈമാറി. രാത്രി ഒരു നോട്ട്സ് വായിക്കുമ്പോഴാണ് ശക്തി അവളുടെ മടിയിൽ വന്ന് കിടന്നത്. എന്താ ശക്തിയേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ലടി പെണ്ണേ. എന്നാലേ എഴുന്നേറ്റ് മാറാൻ നോക്ക്. നീ എന്താ ചെയ്യുന്നത്? നാളത്തേക്ക് നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞ് പഠിക്കുക. എന്നാ പഠിക്കണ്ട. അതെന്താ, ഞാൻ പഠിച്ച ബുക്കടച്ച് വെച്ച് വന്നിരിക്കടി. നിങ്ങൾക്കിത് എന്തു പറ്റി മനുഷ്യ? അമ്മ എന്നൊരു കാര്യം പറഞ്ഞു ആരു. എന്ത് കാര്യം? അമ്മയ്ക്ക് പെട്ടെന്നൊരു അച്ചമ്മയാവണമെന്ന്. അതെ, റൂട്ട് മനസ്സിലായി. അതുകൊണ്ട് മോന് പോവാൻ നോക്ക്. ഇതും പറഞ്ഞ് അവനെ തട്ടിയതും അവൻ അവളെ ചേർത്തു പിടിച്ചു. ദേ ശക്തിയേട്ടാ, വിട്ടേ. വിടില്ല മോളെ. ഇതും പറഞ്ഞ് അവളുടെ പിൻകഴുത്തിൽ കടിച്ചതും അവൾ വിറച്ചു. ആരു, നിന്നെ സ്വന്തമാക്കിക്കോട്ടെ പെണ്ണെ. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഇതും പറഞ്ഞ് അവൻ അവളെ വിടാൻ നിന്നതും അവൾ സമ്മതമെന്ന പോലെ അവനെ തിരിച്ചു കെട്ടിപ്പിടിച്ചു. പിന്നെ ആ രാത്രിയിൽ അവർ ഒന്നായി തീർന്നു. അങ്ങനെ ദിവസങ്ങൾ ഓടി മറഞ്ഞു. ഈ ദിവസങ്ങളെല്ലാം ആരുവിൻ്റെ പുറകിൽ നിഴലായി. അവളെ ഇല്ലാതാക്കാനുള്ള ആളുകൾ തക്ക സമയത്ത് കാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരുവിൻ്റെ ഉണ്ണിയുടെയും നിർബന്ധം കൊണ്ട് കറങ്ങാനായി ഇറങ്ങി. ബീച്ചിലെത്തിയതും ഉണ്ണി വെള്ളത്തിലേക്ക് ഇറങ്ങി. ആരു, ഉണ്ണിക്കൊപ്പം ഇറങ്ങുന്നില്ലേ? ഇല്ല, ശക്തിയേട്ടനോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ തോന്നുക. അതെന്താ എൻ്റെ പെണ്ണ് അങ്ങനെ പറഞ്ഞത്? അറിയില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഞാൻ മരിച്ച ശക്തിയേട്ടൻ വേറെ വിവാഹം കഴിക്കുമോ? കഴിക്കണോ? പിന്നെ കഴിക്കണം. എന്നെ ഓർത്തിരിക്കരുത്, മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. എന്താരും നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറയാൻ തോന്നി പറഞ്ഞു. എന്നാൽ ഇനിയൊന്നും പറയണ്ട, വാ അടച്ചിരിക്ക്. പിന്നെ നീ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരമുള്ളൂ. ഈ ശക്തി ഈ ജന്മത്തിലൊരു പെണ്ണുള്ളൂ, അത് നീ മാത്രമാ. അത്രയ്ക്കിഷ്ടമായി എൻ്റെ പെണ്ണിനോട്. അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചതും അവൻ്റെ ചുണ്ട് അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. പിന്നെ ഉണ്ണി കയറി വന്നതും അവർ ഡ്രസ് ഷോപ്പിലേക്ക് തിരിച്ചു. ആരു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കോ. എൻ്റെ കഴിഞ്ഞു. പക്ഷേ ഉണ്ണിയുടെ കഴിഞ്ഞിട്ടില്ല ശക്തിയേട്ടാ. ഇവനെ ഞാൻ. ശക്തിയേട്ടൻ പോയി അവനെ കൊണ്ടുവാ. ഞാൻ കാറിലുണ്ടാവും. വല്ലാത്ത ക്ഷീണം. എന്നങ്ങനെ ചെയ്യ്. ആരു കാറിൽ കയറിയിരുന്നതും സോങ് വെച്ച് കേട്ട് കിടന്നു. ഈ സമയം ശക്തിയും ഉണ്ണിയും ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കാറിലേക്ക് ഒരു ലോറി പാഞ്ഞു വന്ന് കയറിയത്. ശക്തി അലറിക്കരഞ്ഞു ഓടി വരുമ്പോഴേക്കും കാറിൽ തീ ആളിക്കത്തിയിരുന്നു. ആരു, അവൻ്റെ അലർച്ച അവിടെ മുഴങ്ങിക്കേട്ടു. ശക്തി, ഡാ നീര്, എൻ്റെ ആരു, നീ ഉൾക്കൊണ്ടേ പറ്റൂ. ആരു ഇപ്പോൾ ജീവനോടെ ഇല്ല. ഒരാഴ്ചയായി നീ ഇരിപ്പ് തുടങ്ങിയിട്ട്. നിന്നെങ്ങനെ കാണാൻ വയ്യടാ. അവളില്ലാതെ എനിക്ക് പറ്റില്ലടാ. ഇപ്പോഴല്ലേ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത്. അവളെ എനിക്ക് വേണം. എൻ്റെ ആരു തിരിച്ചു വരൂ. ശക്തി, നീ ഭ്രാന്ത് പറയാതെ. മരിച്ച ആൾ തിരിച്ചു വരൂ. കാറിൽ കരിഞ്ഞ നിലയിൽ ആരുവിൻ്റെ ബോഡി നമുക്ക് കിട്ടിയതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് ആരുവിൻ്റെയാണെന്ന് തെളിഞ്ഞു. എന്നിട്ടും നീരവേട്ട. ഉണ്ണി, നീയെങ്കിലും ഇവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്ക്. ഞാനെന്ത് പറയും ഏട്ടാ? എനിക്കും കാണാൻ വയ്യ ഏട്ടൻ്റെ ഈ അവസ്ഥ. ഒരാഴ്ചയായി ഏട്ടൻ ഈ റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്നിട്ട് നേരെ ചൊവ്വേ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഈ റൂം മാത്രമേ ഏട്ടൻ്റെ ഇപ്പോൾ ലോകം. അവനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലടാ. അവൻ്റെ ജീവനായിരുന്നില്ലേ ആരുമോള്? അല്ല, ആരുവിൻ്റെ അമ്മയും അച്ഛനും? അവരുടെ അവസ്ഥ ഏട്ടനേക്കാൾ മോശമാണ്. ഒറ്റമോളായിരുന്നില്ലേ? പാവങ്ങൾ എങ്ങനെ സഹിക്കും? നീരവ്, എന്താ ശക്തി? കോളേജിൽ നിന്ന് എനിക്ക് ലീവ് വേണം. എന്തിന്? ഞാൻ ഓക്കെ അല്ലടാ. കുറച്ച് നാളത്തേക്ക് ലീവ് വേണം. എൻ്റെ അഭിപ്രായത്തിൽ നീ കോളേജിൽ വരണം.
എന്നാൽ മാത്രം നീ ഓക്കെ ആവുള്ളൂ. കുറച്ച് നാളത്തേക്ക് ഞാൻ കോളേജിലേക്കില്ല. ഇതെൻ്റെ തീരുമാനമാണ്. ശരി, ഞാൻ പ്രിൻസിപ്പാളിനോട് പറയാം. ഡാ പിന്നെ എന്താ ശക്തി, ആരുവിൻ്റെ വീട്ടിൽ നീ പോയോ? ഇല്ല, പോവാൻ നിൽക്കുക. നീ ചെപ്പുവിനോട് പറയണം കുറച്ച് നാൾ അവിടെ നിൽക്കാൻ. അവൾ കുറച്ച് നാൾ അവിടെ ഉണ്ടാകും. ഇപ്പോൾ അവളാണ് അവർക്ക് ആശ്വാസം. എന്നാൽ നീ പൊക്കോ. ശക്തി, നീ യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ അവസ്ഥ. ആരും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ലടാ. ഇപ്പോഴും അവൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന എൻ്റെ മനസ്സിൽ. എന്താണെന്നറിയില്ല, അവൾ തിരിച്ചു വരുമെന്ന് മനസ്സ് പറയുന്നു. ശക്തി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റി ചിരിയോടെ പറഞ്ഞതും നീരവ അവനെ കുറച്ചു നേരം നോക്കി നിന്ന് അവൻ്റെ പുറത്ത് തട്ടി ആരുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. ഈ സമയം ശക്തി അവരുടെ വിവാഹ ഫോട്ടോ എടുത്തു. എന്തിനാ പെണ്ണെ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? നീ എത്രമാത്രം ഈ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നീ എന്നെ വിട്ടു പോയപ്പോഴാണ്. തിരിച്ചു വന്നൂടെ നിനക്ക്? പിന്നെ അവളുടെ ഫോട്ടോ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് കണ്ണടച്ച് കിടന്നു. ചെപ്പു, നീരവേട്ട, ശക്തിയേട്ടൻ, അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും ഉൾക്കൊള്ളുന്നില്ല. എനിക്ക് പോലും പറ്റില്ല നീരവേട്ട. എൻ്റെ ആരു നമ്മളെയൊക്കെ വിട്ടുപോയെന്ന് ഉൾക്കൊള്ളാൻ. അച്ഛനും അമ്മയും രണ്ടുപേരും റൂമിൽ തന്നെയാ, എപ്പോഴും കരച്ചിലാണ്. പാവങ്ങൾ. നീരവേട്ടൻ കണ്ടിട്ടു വാ. പിന്നെ നീരവ് അവരുടെ റൂമിലേക്ക് നടന്നതും ചെപ്പു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൻ്റെ ഒപ്പം നടന്നു. ഹലോ ആകാശ്, എന്ത് നിനക്ക് വേണ്ടത്? നീ എന്തെൻ്റെ കോൾ എടുക്കാത്തത്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വിളിച്ച കാര്യം പറഞ്ഞിട്ട് വെക്കാൻ നോക്ക്. നീ ആരും മരിച്ചത് അറിഞ്ഞോ? ആക്സിഡൻ്റ് ആയിരുന്നു. ആ, അറിഞ്ഞു. എന്നിട്ടെന്താ നിനക്കൊരു വിഷമവും ഇല്ലാത്തത്? അല്ല, നീ അത്ര ആഗ്രഹിച്ചതല്ലേ അവളെ കൂടെ കൂട്ടാൻ? മരിച്ചുപോയ ആളെ ഇനി കൂടെ കൂട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ കുറച്ച് ബിസിയാ, നീ വെക്കാൻ നോക്ക്. സ്നേഹയുടെ കോൾ കട്ട് ചെയ്തതും ആകാശ് റൂമിലേക്ക് നടന്നു. ശക്തിയേട്ടാ. എന്താ ഉണ്ണി? അമ്മ വിളിക്കുന്നു. നീ പോയിക്കോ, ഞാൻ വരാം. ഉണ്ണി പോയതും ശക്തി അമ്മയുടെയും അച്ഛൻ്റെയും റൂമിലേക്ക് നടന്നു. അമ്മേ, എന്താ വിളിച്ചത്? നീ ഇങ്ങനെ അടഞ്ഞുകൂടിയിരിക്കാനാണോ തീരുമാനം? പറ്റുന്നില്ല അമ്മേ, ആരും ഇല്ലാതെ. പക്ഷേ മോനെ, അമ്മ ഇന്നും ഇപ്പോൾ പറയണ്ട. ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഇല്ല. ശക്തി പിന്നെ അവിടെ നിൽക്കാതെ റൂമിലേക്ക് നടന്നതും അമ്മയും അച്ഛനും അവൻ പോകുന്നത് വേദനയോടെ നോക്കിയിരുന്നു. അച്ഛാ. എന്ത് സ്നേഹ? ശക്തി എനിക്ക് വേണം അച്ഛാ. അച്ഛൻ എനിക്ക് വാക്ക് തന്നതല്ലേ അവനെ എനിക്ക് നേടിത്തരാമെന്ന്. വാക്ക് തന്നെങ്കിൽ എനിക്ക് വാക്ക് പാലിക്കാൻ അറിയാം. അപ്പച്ചൻ ശക്തി എനിക്ക് നേടിത്തരുമോ? തരും. പക്ഷെ ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ ചെയ്യണം. അച്ഛൻ പറ, ഞാൻ അതുപോലെ ചെയ്യാം. പക്ഷെ അവസാനം ശക്തി എൻ്റെ ഒപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ഇത് ഈ അച്ഛൻ മോൾക്ക് തരുന്ന വാക്കാണ്. ആരു, തനിക്കെന്താ വേണ്ടത്? നിന്നെ. അതിപ്പം എൻ്റെ കയ്യിലെത്തി. ഇനി അധികം വൈകാതെ നിന്റെ കഴുത്തിൽ എൻ്റെ താലി വീഴും. അത് നിങ്ങളുടെ വെറും മോഹം മാത്രമായിരിക്കും ആകാശ്. അവൾ ശക്തി കെട്ടിയ താലിയിൽ മുറുക്കെ പിടിച്ചു പറഞ്ഞതും അവൻ അവളുടെ കഴുത്തിലെ താലിയിലേക്ക് നോക്കി. ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടാണോ ഇത്ര ഇളക്കം നിനക്ക്? എന്നാൽ ഈ താലിയുടെ വില കളയാൻ എനിക്കറിയാം. ശക്തി എന്നെ കൊല്ലുമെന്നാണോ പറഞ്ഞു വരുന്നത്? ഇനി ഞാൻ അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അവൻ പകുതി ചത്തു. ഈ നിൽക്കുന്ന ആരുമോളെ കാണാതെ. പക്ഷെ നീ അവനെ മറക്കണം. അത് ഈ ജന്മം നടക്കില്ല. അവൻ നിന്നെ മറന്നാലോ? ഇല്ല, ശക്തിയേട്ട് നിന്നെ മറക്കാൻ പറ്റില്ല. എന്നാൽ നിന്നെ അവൻ മറക്കും. എന്നിട്ട് നിന്നിൽ ഞാൻ അവകാശം കാണിക്കൂ. അവനത് പറഞ്ഞു പോയതും ഒരു പെൺകുട്ടി റൂമിലേക്ക് വന്നു. ചേച്ചി, ദാ ഡ്രസ്സാണ്, ഒന്ന് പോയി ഫ്രഷായി വാ. കുട്ടി ആരാ? ഞാൻ ബാനു, ഇവിടെ അടുത്തുള്ളതാ. എന്നെ തനിക്ക് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല ചേച്ചി, ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട്. മോളുടെ വീട് ഇവിടെയാണോ? കുറച്ചപ്പുറത്താ. ചേച്ചി പോയി ഫ്രഷായി വാ, ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുക്കാം. ആര് ഫ്രഷാവാൻ പോയതും അവൾ പുറത്തേക്ക് നടന്നു. ഈ സമയം സ്നേഹശക്തിയുടെ വീട്ടിൽ വന്നു. മോളെന്താ ഇവിടെ? അമ്മേ, എന്നോട് ക്ഷമിക്ക്. ഞാൻ ശക്തിയോടുള്ള ഇഷ്ടത്തില്ല അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് ക്ഷമിക്ക്. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അമ്മേ, ശക്തി റൂമിലാണ്. ആര് പോയതിനു ശേഷം അവനെ കാണാൻ വയ്യ. അമ്മ കരയാതെ, എല്ലാം ശരിയാവും. പിന്നെ അവൾ എന്തൊക്കെയോ തീരുമാനമെടുത്ത് അമ്മയ്ക്കൊപ്പം ഇരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ സ്നേഹശക്തിയുടെ അമ്മയായി നന്നായി അടുത്തു. ശക്തിക്ക് അവളെ കാണുമ്പോൾ ദേഷ്യം വരുമെങ്കിലും ഒന്നും മിണ്ടാതെ നടന്നു.
മോളെ, എന്താ അമ്മേ? ശക്തിമോനെ മോൾക്ക് ഇഷ്ടമാണോ? ഇപ്പോഴും? എനിക്കിപ്പോൾ ഇഷ്ടമാണ് അമ്മേ. എന്ന മോൾ ആരുവിന് പകരമായി അവൻ്റെ ജീവിതത്തിലേക്ക് വരൂ, അമ്മയുടെ അപേക്ഷയാണ്. അമ്മ അവളുടെ കൈ പിടിച്ച് പറഞ്ഞതും അവൾ സന്തോഷത്തോടെ തലയാട്ടി. ആരു ചേച്ചി? എന്താ മോളെ? ചേച്ചി, 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ ഉത്സവമാണ്. അന്ന് ചേച്ചിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ആകാശ് അന്ന് അമ്പലത്തിൽ പോകും. കാരണം അവരാണ് ഉത്സവം നടത്തുന്നത്. അന്ന് പിന്നെ ഇവിടെയുള്ളവരെല്ലാം കുടിച്ച് ആടിയായിരിക്കും നടക്കുക. അപ്പോൾ അവരുടെ കണ്ണ് വെടിച്ച് ചേച്ചിക്ക് രക്ഷപ്പെടാം. പക്ഷേ ഈ ഒരവസ്ഥയിൽ ചേച്ചിക്ക് പോവാൻ പറ്റുമോ? ഭാനു ആരുവിൻ്റെ വയറിൽ നോക്കി ചോദിച്ചതും ആരു വയറിൽ കൈവച്ചു. പറ്റും, എൻ്റെ കുഞ്ഞിനും എൻ്റെ ശക്തിയേട്ടനും വേണ്ടി. ആരുവിൻ്റെ ഉറച്ച ശബ്ദം കേട്ടതും ഭാനു അവളെ കെട്ടിപ്പിടിച്ചു. ശക്തിടാ, നീ നേരത്തെ വന്നു നീരവ്. ഇന്നു മുതൽ നീ കോളേജിലേക്ക് വരല്ലേ, അതുകൊണ്ട് നേരത്തെ ഇറങ്ങി. നീ താഴേക്ക് നടന്നു, ഞാനിപ്പോൾ വരാം. ശരിടാ. നീരവ് താഴേക്ക് ഇറങ്ങിയതും ശക്തി ആരുവിൻ്റെ ഫോട്ടോ കയ്യിലെടുത്ത് പിന്നെന്തൊക്കെയോ മൗനമായി പറഞ്ഞതിൽ ചുണ്ടി ചേർത്ത് താഴേക്കിറങ്ങി. നീരവ്, പോവാം. മോനെ കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അവനത് പറഞ്ഞിറങ്ങി നീരവിനെ നോക്കി. നീരവ്, ഞാൻ പോയി വാ. ശക്തി ആരുവിൻ്റെ വീട്ടിലേക്ക് എത്തിയതും അമ്മയും അച്ഛനും അവൻ്റെ അടുത്തേക്ക് വന്നു. മോൻ ഇന്ന് മുതൽ പോയി തുടങ്ങിയാലേ? അതേ അമ്മേ. എൻ്റെ മോളെ ഓർത്ത് വിഷമിക്കരുത്, നിനക്കിനിയും ജീവിതമുണ്ട്. അവളെനിക്ക് മറക്കാൻ പറ്റുമോ അമ്മേ? അവളല്ലേ എൻ്റെ ജീവൻ. ശക്തി, സമയമായി, ഇറങ്ങാൻ നോക്ക്. അങ്കിൾ, ഞാനും കൂടെ ഇറങ്ങുക. വിനു ഇവിടെ? ഞങ്ങൾക്കിപ്പോൾ താങ്ങായി വിധുവും ചെപ്പവുമാണ് ഉള്ളത്. വിധുവിനെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്കാക്കി. എന്ന ശക്തി നേരം വൈകി ഇറങ്ങിയാലോ? പിന്നെ അവർ കോളേജിലെത്തിയതും ശക്തി ഫസ്റ്റ് പീരീഡ് ക്ലാസ് എടുക്കാൻ ആരുവിൻ്റെ ക്ലാസ്സിലേക്ക് കയറി. പെട്ടെന്ന് ആരുവിൻ്റെ ഓർമ്മ മനസ്സിൽ വന്നതും അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. ഈ സമയം വിനുവും ചെപ്പുവും ഉണ്ണിയും അവനെ വേദനയോടെ നോക്കി. പിന്നെ അവൻ ഒരുവിധം ഓക്കെ ആയതും ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോഴും ആരു മനസ്സിൽ നിറഞ്ഞു നിന്നു. ആരു, എന്തെന്നോട് മിണ്ടാൻ എത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. ഒന്ന് പോയി തരൂ. ഞാൻ പോവാം. അതിനു മുൻപ് എൻ്റെ പെണ്ണിനെയും എൻ്റെ കുഞ്ഞിനോടൊപ്പം ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ. താൻ എന്താ പറഞ്ഞത്? തൻ്റെ കുഞ്ഞോ? അതെ, എൻ്റെ കുഞ്ഞ് തന്നെ. എനിക്കും നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ശക്തിയേട്ടനാ. അല്ലാതെ തനിക്ക് ഈ കുഞ്ഞ് ഒരു അധികാരവും ഉണ്ടാവില്ല. അതിന് ശക്തിക്കറിയോ ഇങ്ങനെയൊരു കുഞ്ഞ് നിന്റെ വയറ്റിൽ വളർന്നു തുടങ്ങിയത്? കൂടാതെ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അവൻ അറിയില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിന് ഞാനും നീയും കൂടിയാണ് വളർത്താൻ പോകുന്നത്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാൻ മാത്രമായിരിക്കും. ഇതും പറഞ്ഞവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അവൾ കരഞ്ഞോണ്ട് കട്ടിലിരുന്നു. വൈകിട്ട് ശക്തി വീട്ടിൽ വന്നതും സ്നേഹയെ കണ്ട് ദേഷ്യത്തിൽ റൂമിലേക്ക് നടന്നു. ഈ സമയം അവൾക്ക് ആകാശിൻ്റെ കോള് വന്നതും അവൾ മാറി നിന്നെടുത്തു. എന്താ ആകാശ്, എന്നിപ്പോൾ വിളിക്കാൻ? സ്നേഹ, എനിക്ക് നിന്നെ കാണണം. എന്തിന്? ആരുവിനെ പറ്റി പറയാൻ. ജീവിച്ചിരിപ്പില്ലാത്ത അവളെപ്പറ്റി ഞാനെന്തിനാ അറിയുന്നത്? ആരു ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ കൂടെ. ആരു ജീവനോടെ ഉണ്ടോ? ഉണ്ട്, കാണുമ്പോൾ പറയാം ബാക്കി കാര്യങ്ങൾ. നമ്മൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ. ഓക്കെ, ശരി എന്നാ. ശക്തി ഈ സമയം മുകളിൽ നിന്നിറങ്ങി വരുന്നത് കണ്ട് സ്നേഹ അവൻ്റെ അടുത്തേക്ക് നടന്നു. ശക്തിടാ, ഇപ്പോഴും എന്നോട് ക്ഷമിക്കാൻ നിനക്ക് പറ്റിയില്ലേ? സ്നേഹ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഒന്ന് പോയി തരൂ. അവൻ അലറി പറഞ്ഞതും അവൾ വേഗം അവിടെ നിന്നിറങ്ങി. പിന്നെ ആകാശ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വന്നതും അവൾ വേഗം അവനെ കാണാൻ പുറപ്പെട്ടു. ആകാശ്, താൻ പറഞ്ഞത് സത്യമാണോ? സത്യം. ദാ വേണമെങ്കിൽ ഫോട്ടോ നോക്ക്. പക്ഷേ ഇവളെങ്ങനെ രക്ഷപ്പെട്ടു ആക്സിഡൻറ്റിൽ നിന്ന്? ആ ആക്സിഡൻ്റ് ഉണ്ടാക്കിയതേ ഞാനാ, ആരുവിനെ എനിക്ക് കിട്ടാൻ. അപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ഡെഡ് ബോഡി വേറെ ഏതോ പെണ്ണിൻ്റെ. എൻ്റെ ആളുകളാണ് ആ ഡെഡ് ബോഡി കാറിലിട്ടത്. പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡിലും ഞാൻ മാറ്റി എഴുതിപ്പിച്ചു. അവൾ ഇനി ശക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരരുത്. ഇല്ല, അതെൻ്റെ വാക്കാണ്. കുറച്ചുനാൾ കൂടെ ഞങ്ങളിവിടെ ഉണ്ടാവൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. അതിനു മുൻപ് ശക്തിയുടെ വിവാഹം കഴിയണം. അത് പെട്ടെന്നുണ്ടാവും. ഞാനായി. പിന്നെ ശക്തിയുടെ അമ്മയുടെ തീരുമാനം സ്നേഹ പറഞ്ഞു. എന്ന വിവാഹം പെട്ടെന്നാക്കാൻ നോക്ക്. എന്നിട്ട് വേണം ആരുവിൻ്റെ എൻ്റെ അവകാശം സ്ഥാപിക്കാൻ. അവളെ എനിക്ക് കാണണം. കാണിക്കാം, പക്ഷെ ഇപ്പോൾ വേണ്ട. ശരിയെന്നാ, ഇനിയുള്ള കാര്യങ്ങൾ ഫോണിൽ അറിയിച്ചാൽ മതി. സ്നേഹ അവിടെ നിന്ന് പോയതും ആകാശ് പുച്ഛച്ചിരിയോടെ അവിടെ നിന്ന് പോയി. ഈ സമയം ശക്തി അന്വേഷിച്ച് അമ്മയും അച്ഛനും റൂമിൽ വന്നു. എന്താ അച്ഛാ?
മോനെ, ഞങ്ങളൊരു കാര്യം പറയാനുണ്ട്, നീ സമ്മതിക്കണം. എന്താ അമ്മേ? സ്നേഹയെ നീ വിവാഹം ചെയ്യണം. നടക്കില്ല. നാളെ രാവിലെ വരെ നിനക്ക് സമയം തരും. നിനക്ക് സമ്മതമല്ലെങ്കിൽ എന്നെ പിന്നെ ജീവനോടെ കാണില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞ് അമ്മ പോയതും ശക്തി ദേഷ്യത്തിൽ റൂമിലുള്ളതെല്ലാം വലിച്ചു വാരിയിട്ടു.